നമസ്കാരം, സിനിമ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. മലയാള സിനിമയുടെ അതിരുകൾ ലോക ഭൂപടത്തിന്റെ അങ്ങേയറ്റത്തോളം വളർന്നിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഇപ്പോൾ പുറത്തു വന്ന വാർത്തകൾ. ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലൻ നിർമ്മിച്ച് ജയസൂര്യ നായകനാവുന്ന കത്തനാർ ചിത്രത്തിന്റെ ടീസർ ട്രെയിലർ പുറത്തിറങ്ങിയ നിമിഷം മുതൽ ആഗോളതലത്തിൽ വമ്പൻ ചർച്ചയായി മാറിയിരിക്കുകയാണ്. ഇന്ത്യയിൽ മാത്രമല്ല, വിദേശ രാജ്യങ്ങളിലും യൂട്യൂബ് ട്രെൻഡിങ്ങിലും ഒന്നാം സ്ഥാനത്തെത്തി ചരിത്രം കുറിക്കുകയാണ്. ചിത്രത്തിന്റെ കൂടുതൽ വിശേഷണങ്ങളിലേക്ക് കടക്കാം. മാർച്ച് 31 റിലീസ് ചെയ്ത ട്രെയിലറിന് ലഭിച്ച സ്വീകരണം അവിശ്വസനീയമാണ്. വെറും 24 മണിക്കൂറിനുള്ളിൽ ഇന്ത്യയിലെ യൂട്യൂബ് ട്രെൻഡിംഗ് ലിസ്റ്റിൽ 2ാം സ്ഥാനത്തെത്തിയ ചിത്രം വിദേശ രാജ്യങ്ങളിൽ അക്ഷരാർത്ഥത്തിൽ തരംഗം സൃഷ്ടിച്ചെന്ന് തന്നെ പറയാം. കുവൈറ്റ്, ഒമാൻ, ഖത്തർ എന്നിവിടങ്ങളിൽ 1ാം സ്ഥാനത്താണ് ടീസർ ട്രെൻഡിംഗ് ആയത്. കൂടാതെ സൗദി അറേബ്യയിൽ 2ാമതും, അയർലാൻഡിൽ 7ാമതും, കാനഡയിൽ 11ാമതും, ഓസ്ട്രേലിയയിൽ 13ാം സ്ഥാനത്തുമാണ് കത്തനാർ ഇടം പിടിച്ചത്. ഒരു മലയാള സിനിമയ്ക്ക് ലഭിക്കാവുന്ന ഒരു ഏറ്റവും വലിയ ആഗോള തലത്തിലുള്ള സ്വീകരണങ്ങളിൽ ഒന്നാണിത്. റോജിൻ തോമസ് എന്ന സംവിധായകന്റെ വർഷങ്ങൾ നീണ്ട പ്രയത്നമാണ് ഈ ചിത്രം. മലയാള സിനിമ പ്രേമികൾ ഇതുവരെ കാണാത്ത തരത്തിലുള്ള വിസ്മയങ്ങളുടെ ഒരു ലോകമാണ് കത്തനാർ സമ്മാനിക്കുന്നത്. ആർ രാമാനന്ദിന്റെ തിരക്കഥയിൽ ഒരുങ്ങുന്ന ഈ ബിഗ് ബഡ്ജറ്റ് ചിത്രത്തിൽ വെർച്വൽ പ്രൊഡക്ഷൻ എന്ന അത്യാധുനിക സാങ്കേതിക വിദ്യയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ ഇപ്പോൾ അവസാന ഘട്ടത്തിലാണ്. കടമറ്റത്ത് കത്തനാരെ കുറിച്ചുള്ള നാടോടി കഥകൾ ഒരു പുതിയ മുഖം നൽകുന്ന ഈ ചിത്രം ഒരു ഇന്റർനാഷണൽ ക്വാളിറ്റിയിലാണ് ടീസർ ഉടനീളം പ്രകടമാക്കുന്നത്. ജയസൂര്യയുടെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ വെല്ലുവിളിയായ കഥാപാത്രമാണിത്. അദ്ദേഹത്തിന്റെ മേക്ക് ഓവറും സ്ക്രീൻ പ്രസൻസും ടീസറിലെ പ്രധാന ആകർഷണമാണ്. ദക്ഷിണേന്ത്യൻ താരം അനുഷ്ക ഷെട്ടിയും ഈ ചിത്രത്തിലൂടെ മലയാളത്തിലെത്തുന്നു എന്നത് ഒരു ഹൈപ്പ് വർദ്ധിപ്പിക്കുന്നു. ബൈജു ഗോപാലൻ, VC പ്രവീൺ എന്നിവർ കോ പ്രൊഡ്യൂസറായി എത്തുന്ന ചിത്രത്തിന്റെ നിർമ്മാണ ചുമതല നിർവഹിക്കുന്നത് കൃഷ്ണമൂർത്തിയാണ്. ഒരു ഹോളിവുഡ് ചിത്രത്തിന് സമാനമായ ടെക്നിക്കൽ ടീമാണ് കത്തനാരെ അണിയിച്ചൊരുക്കുന്നത്. നീൽ ഡി കുഞ്ഞയുടെ ഛായാഗ്രഹണം, രാഹുൽ സുബ്രഹ്മണ്യയുടെ സംഗീതം, രാജീവന്റെ പ്രൊഡക്ഷൻ ഡിസൈൻ എന്നിവ എടുത്തു പറയേണ്ടതാണ്. കൂടാതെ ജഗ്ജിൻ പാർക്ക് എന്ന അന്താരാഷ്ട്ര സംഘടനാ സംവിധായകനാണ് ആക്ഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. VFX ആൻഡ് DI സ്റ്റുഡിയോയായ പോയറ്റിക് ആണ് ഇതിലെ വിഷ്വൽ മാജിക് ഒരുക്കിയിരിക്കുന്നത്. മലയാള സിനിമയുടെ പെരുമ ആഗോളതലത്തിൽ ഉയർത്തുന്ന കത്തനാർ ഉടൻ തന്നെ തിയേറ്ററിലേക്ക് എത്തും. ടീസർ ട്രെയിലർ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കൂടുതൽ സിനിമ വിശേഷങ്ങൾക്കായി സിനിമ കഫേ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.